അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. പ്രിയപ്പെട്ട മക്കളെ, 4-ാം ക്ലാസ്സിലെ ഫിഖ്ഹ് ഒന്നാം ഭാഗത്തിൽ രണ്ടാമത്തെ പാഠം അബ്വാബുൽ ജന്ന, സ്വർഗത്തിന്റെ വാതിലുകൾ. ഈ പാഠത്തിൽ ഉസ്താദ് വുളൂ ചെയ്ത് കാട്ടിക്കൊടുക്കുകയാണ്. ഉസ്താദ് ഇങ്ങനെ വുളൂ ചെയ്യുന്നു, കുട്ടികൾ ശ്രദ്ധിക്കുന്നു, ഉസ്താദ് ചൊല്ലേണ്ടത് ചൊല്ലുന്നു, മനസ്സിൽ പറയേണ്ട കാര്യങ്ങൾ മനസ്സിൽ ഇങ്ങനെ പറയുന്നത് പോലെ കുട്ടികൾക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കുന്നു. ശേഷം വുളുവിന് ശേഷം ചൊല്ലേണ്ട ദിക്റുകൾ ചൊല്ലുന്നു. നല്ല ഒരു വുളു എങ്ങനെ ഉള്ള ഉസ്താദ് പഠിപ്പിക്കുക. നമ്മളെ ഉസ്താദിന്റെ വുളുവിന്റെ കോലം വായിച്ചു നോക്കുകയാണ്. അപ്പൊ അത് ഉസ്താദ് തൊഴുകുമ്പോ പറയല്ലോ, ഞാൻ വുളു ചെയ്യുകയാണ്, എല്ലാവരും നല്ല പോലെ ശ്രദ്ധിക്കുക. ഖിബിലക്കു നേരെ തിരിഞ്ഞ് ഉസ്താദ് പറഞ്ഞു. പിന്നെ ഉസ്താദ് പറഞ്ഞു, പൂർണ്ണമായ വുളു ചെയ്തു നിസ്കരിച്ചാൽ സ്വർഗം ലഭിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്. ഉസ്താദ് ഓർമ്മിപ്പിച്ചു. വുളുഇന്റെ സുന്നത്തിനെ ഞാൻ വീട്ടുന്നു എന്ന് നിയ്യത്ത് ചെയ്ത് ദിക്ർ ചൊല്ലി. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹു വഅശ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു. അൽഹംദുലില്ലാഹില്ലദീ ജഅലൽ മാഅ തഹൂറാ. ഈ ദിക്ർ ചൊല്ലി നിയ്യത്ത് ചെയ്തു. എപ്പോ? എന്നിട്ട് മുൻകൈ രണ്ടും 3 തവണ കഴുകി. നിയ്യത്ത് വെച്ച് ദിക്റും ചൊല്ലി 2 മുൻകൈയും 3 തവണ കഴുകി. പിന്നെ മിസ്വാക്ക് ചെയ്തു. വായിൽ വെള്ളം കൊപ്പിക്കുകയും മൂക്കിൽ വെള്ളം കയറ്റി പിരിയുകയും ചെയ്തു. മൂക്കിലേക്ക് വെള്ളം കൊണ്ട് വലിക്കുക, പിന്നെ പുറത്തേക്ക് തള്ളുക. അപ്പൊ അതിങ്ങനെ പിരിയുകയും ചെയ്യുക. മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റി പറയും. ഞങ്ങളൊക്കെ പഠിച്ചപ്പോ അങ്ങനെ മൂക്കിലേക്ക് വെള്ളം, വായിൽ വെള്ളം എടുത്തിട്ട് മൂക്കിലേക്ക് വെള്ളം കയറ്റണം, അല്ലെങ്കിൽ തരിപ്പിൽ പോകും ചിലപ്പോൾ. അതൊരു പരിചയമാണത്. അങ്ങനെ ശീലിക്കാൻ നമ്മള് വായിൽ ഇങ്ങനെ വെള്ളം എടുക്കുക, എന്നിട്ട് കുറച്ച് വെള്ളം മൂക്കിലേക്ക് പ്രവേശിപ്പിക്കുക. ശേഷം മൂക്കിന് ശക്തമായിട്ട് പുറത്തേക്ക് വലിയ പുറത്തേക്ക് തള്ളുക. അപ്പൊ അത് മൂക്കിലുള്ളതായ പൊടി വെള്ളങ്ങളൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും? ആ വെള്ളത്തോട് കൂടെ കൊണ്ട് പോരും. മൂക്ക് വൃത്തിയാവും. രോഗങ്ങൾ ഉണ്ടാവുമല്ലോ. ഇപ്പൊ ശുദ്ധ ഇസ്ലാമിന്റെ ആരാധനകൾ പലതും ശീലിച്ചു കഴിഞ്ഞാലും ദിവസം 5 വട്ടം ചെയ്യല്ലേ. അപ്പൊ മൂക്ക് എപ്പോഴും വൃത്തിയായിരിക്കും. രോഗം വരാൻ വലിയ കാരണമാണ് മൂക്ക്. നമ്മളൊന്ന് ശ്വസിക്കുന്നതൊക്കെ മൂക്കിലുണ്ടാവൂലേ. നിസ്കാരത്തെ ഹലാലാക്കുവാൻ വേണ്ടി വുളു എന്ന ഫർളിനെ ഞാൻ വീട്ടുന്നു എന്ന് കരുതി 3 തവണ മുഖവും അതിന്റെ ചുറ്റുഭാഗവും കഴുകി. 2 കൈകളും 3 തവണ മുട്ടിന്റെ മുകളിലേക്ക് കയറ്റി കഴുകി. തല മുഴുവനും 3 തവണ തടവി. 2 കൈയും നനച്ച് ചെവി രണ്ടും ഉള്ളും പുറവും 3 തവണ തടവി. 2 കാലുകളും ഞെരിയാണിയുടെ മുകളിലേക്ക് 3 തവണ കയറ്റി കഴുകി. 2 കൈയും കണ്ണും മേൽപോട്ട് ഉയർത്തി ദുആ ചെയ്തു. അപ്പൊ ഉസ്താദ് ഞാൻ ആദ്യം പറഞ്ഞു കാട്ടിക്കൊടുക്കുകയാണ്. ഇത് കണ്ടൊരാളിങ്ങനെ അവതരിപ്പിക്കാൻ ഉസ്താദ് കാട്ടിയതൊക്കെ കേട്ടോ. പിന്നെ എന്താ 2 കൈയും കണ്ണും മേൽപോട്ട് ഉയർത്തി ഉസ്താദ് ചൊല്ലിയ ദിക്ർ? അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് وحده لا شريك له واشهد ان محمدا عبده ورسوله اللهم اجعلني من التوابين واجعلني من المتطهرين واجعلني من عبادك الصالحين سبحانك اللهم وبحمدك اشهد ان لا اله الا انت استغفرك واتوب اليك وصلى الله على سيدنا محمد وعلى آله وصحبه أجمعين.
വസ്വഹ്ബിഹി വസല്ലം അല്ലെ. പക്ഷേ ഇനി 4ാം ക്ലാസ്സിൽ എത്തിയില്ലേ. അപ്പൊ എന്റെ ഉസ്താദേ ഇതിന്റെ അർത്ഥം ഒന്നും ഉണ്ടാവും ഇല്ലേ? അർത്ഥം കേട്ടോളി. അല്ലാഹു അല്ല, അല്ലാഹു തആല അല്ലാതെ ആരാധ്യമില്ലെന്ന് ഞാൻ മനസ്സിൽ ഉറപ്പിച്ചു പ്രഖ്യാപിക്കുന്നു. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്. അതിനർത്ഥാണത്. അവൻ ഏകനാണ്, അവന് പങ്കുകാരില്ല. വഹ്ദഹു ലാ ശരീക ലഹ്. അതർത്ഥാണ് പറഞ്ഞത്. വഅഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു. അതിനർത്ഥം മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവന്റെ അഹിമയും റസൂലുമാണെന്നും ഞാൻ മനസ്സിൽ ഉറപ്പിച്ചു പ്രഖ്യാപിക്കുന്നു. അല്ലാഹുമ്മ ജഅൽനി മിനത്ത് തവ്വാബീൻ. അല്ലാഹുവേ, തൗബ ചെയ്യുന്നവരിലും വൽ മുതത്വഹിരീൻ, ശുദ്ധിയുള്ളവരിലും എന്നെ ഉൾപ്പെടുത്തേണമേ. വജഅൽനി മിനൽ മുതത്വഹിരീൻ. പിന്നെ വജഅൽനി മിൻ ഇബാദിക സ്വാലിഹീൻ, നിന്റെ സജ്ജനങ്ങളായ അടിമകളിൽ എന്നെ ഉൾപ്പെടുത്തേണമേ. പിന്നെ സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക്. അല്ലാഹുവേ, നിന്നെ ഞാൻ വാഴ്ത്തുകയും സ്തുതിക്കുകയും ചെയ്യുന്നു. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, നീയല്ലാണ്ട് ആരാധനക്കില്ലെന്ന്, നീയല്ലാണ്ട് ആരാധ്യനില്ലെന്ന് ഞാൻ മനസ്സിൽ ഉറപ്പിച്ചു പ്രഖ്യാപിക്കുന്നു. നിന്നോട് ഞാൻ പാപമോചനം തേടുന്നു, നിന്നിലേക്ക് ഖേദിച്ചു മടങ്ങുന്നു. നിന്നിലേക്ക് ഞാൻ ഖേദിച്ചു മടങ്ങുന്നു. ഇതുപോലെയാണ് നിങ്ങൾ വുളൂഇ ചെയ്യേണ്ടത്. ഉസ്താദ് പറഞ്ഞു. ഉസ്താദ് ഈ കാട്ടിയതുപോലെയാണ് നിങ്ങളൊക്കെ വുളൂഇ ചെയ്യേണ്ടത്. ഉസ്താദ് പ്രാർത്ഥനയും സ്വർഗം ലഭിക്കുന്നവരിൽ അല്ലാഹു തആല നമ്മെ ഉൾപ്പെടുത്തട്ടെ. ആമീൻ. അപ്പൊ ഉസ്താദിനെയും കൂട്ടി പുറത്ത് സൗകര്യമുണ്ടെങ്കിൽ അവിടെ പോയി ഇതേപോലെ വുളൂണ്ടാക്കി ഇങ്ങനെ കാണണം. അതുപോലെ നമ്മൾ ചെയ്യണം. അപ്പോഴാണ് എങ്ങനെയാ ചെവി തടവുക, എങ്ങനെയാ തല തടവുക. ചില ആൾക്കാർ വുളൂ ചെയ്യുമ്പോൾ തല കെടുകിലാണ്. ഒന്നുമില്ല, കാല് കാണാം. ഒരു കാലുകൊണ്ട് മറ്റേ കാലിന് വരുന്നത്. കാല് കെടുകലുള്ളത്. നമ്മൾ കുളിക്കാൻ വേണ്ടി പറഞ്ഞ കാലും കൊണ്ട് ഇങ്ങനെ വെറുതെ അവിടെ ഇവിടെയൊക്കെ അല്ലല്ലോ. വുളൂ ചെയ്യുന്നത് നമ്മൾ കണ്ടുപഠിക്കണം. പടച്ച റബ്ബേ, നീ സ്വീകരിക്കണേ അല്ലാഹ്. ഞങ്ങൾക്ക് നല്ല ബുദ്ധിയും ഓർമ്മശക്തിയും തരണേ അല്ലാഹ്. ഇത് പാടില്ലേ? അല്ലാഹുമ്മ ജഅൽനി മിനത്ത് തവ്വാബീന. അല്ലാഹുവേ, കൂടുതൽ തൗബ ചെയ്യുന്നവരിൽ നിങ്ങളെ, അല്ലാഹുവേ, കൂടുതൽ തൗബ ചെയ്യുന്നവരിൽ എന്നെ ഉൾപ്പെടുത്തേണമേ. വജഅൽനീന, എന്നെ ഉൾപ്പെടുത്തേണമേ. ആമീൻ. നിങ്ങളെ ഉമ്മ ഉപ്പ ഉസ്താദുമാരോട് കൊടുക്കണേ അല്ലാഹ്. അവർക്ക് സ്വർഗം നൽകണേ അല്ലാഹ്. അസ്സലാമു അലൈക്കും.